ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നവർക്ക് വചനവിരുന്നും വിളമ്പി സ്വന്തം തൊഴിൽ തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമാക്കി മാറ്റുകയാണ് നീണ്ടുനോക്കിയിൽ AC കോഫി ഹൗസ് നടത്തുന്ന ജെയിംസ് അമ്പാട്ടും ഭാര്യ ആലീസും. 35 വർഷമായി ഇവർ ഹോട്ടൽ രംഗത്ത്. ഇവരുടെ ഹോട്ടലിന്റെ ഭിത്തിയിൽ പതിച്ചിരിക്കുന്ന വിവിധങ്ങളായ വചനങ്ങൾ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കും ആശ്വാസം പകരുന്നതാണ്, ജീവിക്കാൻ പ്രചോദിപ്പിക്കുന്നതാണ്, ക്രിസ്തുവിനെ തൊട്ടറിയാൻ സഹായിക്കുന്നതാണ്. എൻ്റെ പേര് ജെയിംസ്, ഇത് ഭാര്യ ആലീസ്. ഞങ്ങളെ സ്പർശിക്കുന്ന വചനങ്ങളാണ് ഞങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ ചായ കുടിക്കാൻ വരുന്ന ആൾക്കാരെല്ലാമായിട്ട് കുറേ ആൾക്കാർ ഇത് എല്ലാവരും വായിക്കുന്നുണ്ട്, കുറേ പേര് പ്രിൻ്റ് എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്, മൊബൈലിനകത്ത് ഫോട്ടോ എടുത്തെല്ലാം കൊണ്ടുപോകും. ഈ വചനത്തിലൂടെയൊക്കെ ഞങ്ങളെ സ്പർശിക്കാൻ തുടങ്ങിയ ദൈവികാനത്തിൻ്റെ ഒരു ശക്തി ഞങ്ങൾ വന്ന് തുടങ്ങി. പിന്നെയാണ്. എൻ്റെ പേര് ബിനോയ്. ജെയിംസിൻ്റെ എതിർസാണ് എൻ്റെ കച്ചവടമുള്ളത് കുറേ വർഷങ്ങളായിട്ട്. ജെയിംസിനെ ആദ്യം ഞാൻ പരിചയപ്പെടുന്നത് എപ്പോഴും ഈ കോഫി ഹൗസിൽ പണ്ട് പാട്ട് വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഭക്തിഗാനം മാത്രം വെക്കുന്നൊരു കച്ചവടക്കാരനാണ് എനിക്ക് ആദ്യം ജെയിംസിനെ പരിചയം. അത് കഴിഞ്ഞ് പുള്ളി മക്കളുടെ ധ്യാനത്തിൽ പോയി വന്നതിന് ശേഷമാണ് ഈ വചനം എഴുതി വെക്കാൻ തുടങ്ങുന്ന ശീലം പുള്ളിക്ക് ആരംഭിച്ചത്. 2014 കൊട്ടിയൂർ പള്ളിയിൽ പോപ്പുലർ മിഷൻ ധ്യാനം നടന്നു. അപ്പം അങ്ങനെ ധ്യാനത്തിൻ്റെ ആമുഖമായിട്ട് അവിടുന്ന് ഒരു അച്ഛൻ വന്നിട്ട് പറഞ്ഞായിരുന്നു, നിങ്ങളെ വീടുകളിലും വഴികളിലും പോസ്റ്ററുകളിലെല്ലാം കർത്താവിൻ്റെ വചനം എഴുതി ഒട്ടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എല്ലാ വീടുകളിലും പിള്ളേർ അത്ര വചനം എഴുതി ഒട്ടിക്കുന്നതെല്ലാം പ്രോത്സാഹന സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേനും അച്ഛൻ പറയപ്പോൾ ഞങ്ങൾക്ക് എവിടെയും പുറത്ത് പോയി ഒട്ടിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ വചനം എഴുതിയിട്ട് കടകളിലെ ഭിത്തികളെ ഒട്ടിച്ചു. അങ്ങനെ ആ വചനത്തിൻ്റെ ശക്തിയാണ് അവിടെ ഇരുന്ന് ശക്തി പ്രാപിച്ച് അത് ആദ്യം പേപ്പറിൽ എഴുതി ഒട്ടിച്ചു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ല, അതുപോലെ സ്റ്റിക്കറായി അത് പിന്നെ സ്കെച്ച് പെന്നും കൊണ്ട് എഴുതി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഒട്ടിച്ചു. പിന്നെ അത് സ്വീകാര്യമായിട്ട് നല്ല അനുഭവങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് ഈ വചനം ഞങ്ങൾ കണ്ണൂർ കൊടുത്ത് വിട്ടിട്ട് ഈ വലിയ പ്രിൻ്റാക്കി ഒട്ടിക്കുന്നത്. 3 പതിറ്റാണ്ടായി മക്കളില്ലെങ്കിലും ഹോട്ടലിലെത്തുന്ന ഓരോ വ്യക്തികളും ഇവരുടെ മകനാണ്, മകളാണ്. അത്രമേൽ സ്നേഹത്തോടെയാണ്, അത്രമേൽ വാത്സല്യത്തോടെയാണ് ഇവർ ഭക്ഷണം തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിളമ്പിക്കൊടുക്കുന്നത്. നല്ല ഭക്ഷണം, നല്ല സാധനം മാത്രം വാങ്ങി കറി വെക്കും. ഒരു വില കുറഞ്ഞൊരു സാധനം കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും അത് കറി ഏറ്റവും നല്ല സാധനം മാർക്കറ്റ് കിട്ടാവുന്ന ഏറ്റവും നല്ല സാധനം വാങ്ങി വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് നല്ല തേങ്ങ വെളിച്ചെണ്ണ എല്ലാം നല്ലത് മാത്രം നാടൻ സാധനം ഉപയോഗിച്ച് എല്ലാം ഭംഗിയാക്കി കൊടുക്കുകയുള്ളൂ. ഒരെണ്ണം എന്തെങ്കിലും മോശം തോന്നുന്നു അല്ലെങ്കിൽ നല്ലൊരു സാധനം കിട്ടിയില്ലെങ്കിൽ ആ സാധനം ഉണ്ടാക്കാതിരിക്കുകയുള്ളൂ. അല്ലാണ്ട് അത് അവിടെ നിന്ന് രൂപയിട്ട് വാങ്ങിയിട്ട് മോശം സാധനം വാങ്ങിയിട്ട് ഒരു സാധനം കടയിൽ കൊടുക്കുകയില്ല. ഒരു ദിവസം രാവിലെ 3 മണിക്ക് അലാറം വയ്ക്കും. 3 മണി എന്നുള്ളത് ചിലപ്പോൾ 3:05, 3:15, 3:30. അതിനപ്പുറം പോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഞങ്ങളുടെ ദിവസത്തിൻ്റെ താളം തെറ്റിപ്പോവും. മാക്സിമം ഞങ്ങൾ 3:30 എണീക്കും. 3:30 എണീറ്റിട്ട് തുടങ്ങി അടുക്കളയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലെ പണികളെല്ലാം കുറച്ച് ഒതുക്കി വെച്ചു. പിന്നെ വന്ന് ഒരുങ്ങി കട തുറക്കാൻ വേണ്ടിയിട്ട് പോകും. ചേട്ടായി നേരെ ഒരുങ്ങിക്കഴിഞ്ഞ് മുമ്പിൽ പോയി ഈശോയുടെ രൂപത്തിൻ്റെ പോയി തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് പാല് വാങ്ങിക്കൊണ്ട് വന്ന് കട തുറന്നു. പിന്നെ ഞങ്ങൾക്ക് പിന്നെ തിരക്കാം. പിന്നെ വൈകുന്നേരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ. പല അപകടങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് ജെയിംസ് ആ ഫാമിലി കടന്നു പോയത്. പക്ഷേ അവിടെ നിന്നെല്ലാം ദൈവരെ കൈപിടിച്ചുകൊണ്ട് ശരിക്കും ദൈവം നടത്തുന്നൊരു കുടുംബം എനിക്ക് പറയാൻ അവരെ പറ്റിയുള്ളത്. അതുപോലെ കൊണ്ടുപോയത് ഓരോ കാര്യങ്ങളും ഓരോ പല ഗ്യാസിൻ്റെ ഓരോ അല്ലാണ്ട് അവൻ അറ്റാക്കിൻ്റേത് പിന്നെ പൊള്ളൽ അങ്ങനെ പല സംഭവങ്ങൾ അവിടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അതൊന്നും ഒരു പോലും പറ്റാണ് ദൈവരെ കൊണ്ടുവരുന്നവരും. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സ്പർശിക്കുന്ന 25 വർഷമായി ഞങ്ങൾ കട നടത്താൻ. ഞങ്ങൾ പല രോഗപീഠകളിലൂടെയും വന്നപ്പോൾ 2-3 മാസക്കാലം ഞങ്ങൾ കട അടച്ചിട്ടിട്ടുണ്ട്. ഈ 3 മാസക്കാലം കട അടച്ചിട്ട് കഴിഞ്ഞിട്ടും പിറ്റേ ദിവസം ഞങ്ങൾ കടയെല്ലാം കഴുകി തുറന്ന് വൃത്തിയാക്കിയാലും കട പ്രവർത്തിക്കാൻ വേണ്ടി തുറന്നാലും അന്നത്തെ പണി തന്നെയാണ് ഞങ്ങൾക്ക് ഇന്നും കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം ഞങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കും. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിലൂടെയാണ് ജനം പോയി എല്ലാവരും കൂട്ടിക്കൊണ്ട് വരുന്നത്. ആ വരുന്ന ആൾക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ കടയിലുണ്ടെന്നുള്ളവരെ 100% ഉറപ്പാണ്. നഷ്ടപ്പെട്ടു പോയ ജീവന് മാതാവിനോട് പറഞ്ഞിട്ട് ഈശോയോട് മേടിച്ചു തന്നാണ് എൻ്റെ ജീവിത പങ്കാളി. എൻ്റെ ജീവൻ ദാനമായിട്ട് വന്നിരിക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയാണ്. അതിന് 100% അവൾ പറയും, ചേട്ടാ എന്നെ വേദനിപ്പിക്കേണ്ട കേട്ടോ, സൂക്ഷിച്ചോ, ഈശോ എൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞ് ഈശോ വഴക്കായി കഴിയുമ്പോഴത്തേനും പറയും, കളിയാക്കുമൊന്നും വേണ്ട, ഇപ്പം തൽക്കാലം ഞാൻ മാതാവിനോട് പറഞ്ഞ് ഇപ്പം വെടി തീരുമെന്ന് പറയും. ഇതുപോലെ ഭാര്യയും ഭർത്താവും സ്നേഹിക്കുന്നൊരു ഭാര്യയും ഭർത്താവും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അറിവിൽ ആരും പറഞ്ഞു എനിക്കറിയത്തില്ല. അത്രയ്ക്കാണ് അവരുടെ സ്നേഹവും വിശ്വാസവും അവരുടെ ഒറ്റ മനസ്സാവുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ മനസ്സ്. എല്ലാ കാര്യത്തിലും ഒറ്റ മനസ്സായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടായി ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും. 1993 ആലീസിനെ പോയി കാണുന്നത്. അപ്പം ആലീസിനെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ചാച്ചനോട് ചോദിച്ചു. ചാച്ചനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ പൈസയില്ല, 1 വർഷം കഴിഞ്ഞിട്ടേ കല്യാണം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു.
അങ്ങനെ 1 വർഷം വരെ നിങ്ങൾക്ക് കാത്തിരിക്കാമെന്നുണ്ടെങ്കിൽ കല്യാണം നടത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ആലീസ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് ദാവങ്കരയിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ എവിടെയും പെണ്ണ് കാണാൻ തോന്നിയില്ല. 1 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അന്നേരം എന്നോട് കൂട്ടുകാർ കുറേ പേര് പറഞ്ഞു, എടാ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കാണാടാ. ഞാൻ പറയാടാ, ഒരെണ്ണത്തിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനി മതി. ഇനി പോയി ഇഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വേണം ഇത് വേണം എന്നുള്ള തേങ്ങൽ വരും. അതുകൊണ്ട് ഒരെണ്ണം തന്നെയാണെങ്കിൽ അത് തന്നെ മാത്രം ഓർത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു. ഒരുപാട് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ജോലിക്കടയിൽ തുണിയെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ 3-4 സാരി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിലേതെ നല്ല സാരി എന്നുള്ള തേങ്ങൽ വരുന്ന രീതിയിൽ ആ ഒരു തേങ്ങലിന് പോകാതെ ഈ ഒരെണ്ണത്തിന് തന്നെ 1 വർഷം വരെ കാത്തിരുന്നു. 1 വർഷം വരെ കാത്തിരുന്ന് അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ അന്നത്തെ കാലത്ത് മൊബൈലൊന്നുമില്ല, പിന്നെ കത്തുകളായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയച്ച് ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം 4-5 കത്തൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ അയച്ചിട്ടുണ്ടാകാതിരിക്കും ആ കാലഘട്ടത്തിലൊക്കെ. അങ്ങനെ 94 കല്യാണം കഴിഞ്ഞു. 94 കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ആലീസ് നേഴ്സായ സമയത്ത്, അല്ലെങ്കിൽ വേറെ ഇപ്പം എന്നോട് പറയും, അന്നത്തെ കാലഘട്ടം പിന്നെ ഡോക്ടർമാരെയോ നേഴ്സിന് പിന്നെ കമ്പൗണ്ടർമാരെയോ കെട്ടിപ്പോകാൻ എനിക്ക് സുഖമായിട്ട് ജീവിക്കായിരുന്നു. അപ്പം മനസ്സിലോർത്തേ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഹോട്ടലിലായിരുന്നല്ലേ കെട്ടാൻ പോകുന്നത്, അപ്പം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാമെന്ന് ഓർത്തിട്ടാണ് കല്യാണത്തിന് സമ്മതിച്ചതെന്ന്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ രീതിയിലുള്ള ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് സ്വന്തം പണിയെടുത്ത് ഭക്ഷണിക്കുക എന്നുള്ള തീരുമാനം ഞാൻ അന്ന് ഓർത്തില്ലായിരുന്നു പറഞ്ഞ് കളിയാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 3-4 ആദ്യത്തെ 1 വർഷം തന്നെ പ്രഗ്നൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബ്ലീഡിങ് ആയിട്ട് ഇരട്ടിയിൽ അന്നമ്മ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡാൻസ് ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രഗ്നൻ്റ് ആയിട്ടില്ല. അന്നേരം പല ഡോക്ടർമാരുടെ അടുത്ത് ഞങ്ങൾ പല ആസ്പത്രികളിലും പോയി. എല്ലാവരും പറഞ്ഞ ആദ്യത്തെ ഡാൻസ് ചെയ്തതിനകത്ത് ഗർഭപാത്രത്തിൽ വന്ന കംപ്ലയിൻ്റാണ്, അല്ലാതെ മറ്റ് 2 പേർക്കും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ കാലം മുന്നോട്ട് പോയി ഇപ്പം 31 വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഞങ്ങൾ 2 പേരും 2 മക്കളായിട്ട് തന്നെ ജീവിക്കുന്നത്, ഒരാണും പെണ്ണുമായിട്ട്. ആ സ്നേഹം അപ്പൻ എങ്ങനെ മകളെ സ്നേഹിക്കുന്നോ അതേ രീതി ഞാൻ ഭാര്യയെ സ്നേഹിക്കുന്നു. അവളെങ്ങനെ ഒരു മകനെ സ്നേഹിക്കുന്നു അതിൽ അവളെ ഭർത്താവിനെ സ്നേഹിക്കുന്നു. ഭർത്താവ് എന്നുള്ള സാധനമില്ല, ഞങ്ങൾക്ക് 2 പേരും ഒരുമിച്ച് ഒരേ ഇതായിട്ട് വിളിക്കുന്നു. അലീസ് എന്നൊരു വിളിയില്ല, ജെയിംസ് എന്നൊരു വിളിയില്ല. ഒന്നെങ്കിൽ മോളെന്ന് വിളിക്കും, അല്ലെങ്കിൽ ചേട്ടായെന്ന് വിളിക്കുന്നതല്ലാതെ ആ സ്നേഹത്തോടെ ഇതുവരെ ഇത്രയും കാലം വരെ ഞങ്ങൾക്ക് 2 പേരും തന്നെ ഉള്ളെങ്കിലും മറ്റൊരു വേദനയില്ലാതെ ഞങ്ങൾ 2 പേരും വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേൽക്കുന്നു, രാത്രി 10 മണി തന്നെ കിടക്കുന്നു. അത് അലീസ് പറഞ്ഞ പോലെ ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോഴും ആദ്യം അത് കുരിശ് വരച്ചിട്ട് അല്ലെങ്കിൽ മാതാവിനെ ഓർത്തിട്ടാണ്. അപ്പം ഒരു മീൻ വറുക്കുന്ന സമയത്താണേലും പ്ലേറ്റ് കിടന്ന സമയത്താണേലും എന്ത് പലഹാരങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാം അമ്മയുടെ കൂട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ കൂട്ടുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ആ ഒരു ധൈര്യത്തിലാണ് ഒരാൾക്ക് ഒരു നേഴ്സായിട്ട് നടന്ന ഒരു പെണ്ണ് ഇത്രയും 10-100-1000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ ഒരു ശക്തിയാലാണ്, എന്നെ ധൈര്യത്തിലാണ് ചെയ്യാൻ സാധിക്കുക. ഇതിനു മുമ്പ് ഒരു ഹോട്ടലിൽ പണിയെടുത്ത് ജീവിച്ചിട്ടില്ല, സ്വന്തം നേഴ്സായിട്ട് നടന്നതാണ്. ആ കാലഘട്ടത്തിലാണ് ഇപ്പം 25 വർഷമായിട്ട് ഹോട്ടലിലെ മെയിൻ പണ്ടാരിയായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പലരും പല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോഴും കുറച്ചുണ്ടാക്കി പിന്നെയും വന്ന് ചോദിക്കും ഉണ്ടാക്കി തരുമോ. അപ്പോൾ ആലീസിന് പറ്റാത്തതിൻ്റെ പേരിലാണ് പറയാം, ഒന്ന് കറി വെച്ച് തന്നാൽ മാത്രം മതി, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. അപ്പം ആലീസിൻ്റെ ചാച്ചനൊരു പോക്കിയായിരുന്നു ഇവിടുത്തെ ഈ വെളിവാനം ഇടവകയിലെ ചാച്ചൻ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചാച്ചൻ്റെ പാരമ്പര്യം മക്കൾക്കും കിട്ടിയിട്ടുണ്ട്, മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. ആ ഒരു കരുതലിൻ്റെ ശക്തിയിലാണ് ഈ ഓരോ സാധനങ്ങളും. പിന്നെ ചാച്ചൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പം അമ്മ ആലീസിന് 7 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു പോയിട്ടുണ്ട്. 45 വർഷമായിട്ട് ചാച്ചൻ തന്നെയാണ് അമ്മയും ചാച്ചനായിട്ട് സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചാച്ചൻ്റെ പ്രാർത്ഥന എപ്പോഴും ഞങ്ങളുടെ ഈ മകളുടെ കൂടെയുണ്ട്. അപ്പോൾ എനിക്ക് ആരും കൂട്ടിനില്ലാത്ത എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ മരിച്ചു പോയതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രത്യേകമായിട്ട് ആരും ആശ്രയമില്ലാത്തവർക്ക് അമ്മ കൂട്ടുണ്ടല്ലോ എന്നുള്ള സ്വയമുള്ളൊരു ബോധ്യത്തിൽ ഞാൻ അമ്മേനെ എന്തിനും കൂട്ടുപിടിക്കും. ഒറ്റയ്ക്ക് വേദനകൾ പറയാൻ വേറെ ആരുമില്ല. എനിക്ക് 3 ആങ്ങളമാരാണ്. അപ്പം ഒരു അനിയത്തിയോ ചേട്ടത്തിയോ ഉണ്ടെങ്കിൽ അവരോട് പോലും ഒരു വിഷമം പറയണമെങ്കിൽ അവരില്ലാത്തതുകൊണ്ട് ആങ്ങളമാരോട് ചേട്ടത്തിയോട് അനിയത്തിയോട് പറയുന്നത് പോലെ ആങ്ങളമാരോട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം മാതാവിനോട് പറയും. മാതാവാണ് എനിക്കതിലൂടെ ഒരു ആശ്വാസം തരുന്നത്. എനിക്കൊരു വേദന വരുന്നത് ചേട്ടായിക്ക് സഹിക്കാൻ പറ്റില്ല. എവിടെ പോവുകയാണെങ്കിലും ഞാനില്ലാതെ ഒരു സ്ഥലത്തും പോയല്ല. എവിടെ പോകണമെങ്കിൽ ഒരു വണ്ടി കൊണ്ടാണെങ്കിൽ സ്വന്തം എന്ത് കാര്യത്തിനാണെങ്കിലും പുറത്തോട്ട് പോകണമെങ്കിലും ഞാൻ കൂടെ ഇല്ലെങ്കിൽ പറയും ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കും. ഇതുവരെ ഈ 31 വർഷമായിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു പരിപാടിക്കും പോയിട്ടില്ല. എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ച്. അപ്പോൾ വീട്ടുകാരെല്ലാം ഇപ്പോൾ ഇടയ്ക്ക് ഞങ്ങളെ കളിയാക്കും, എണപ്രാവുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എവിടെ പോയാലും ജെയിംസ് എവിടെയുണ്ടോ അവിടെ ആലീസ് ഉണ്ടാവും, ആലീസ് എവിടെയുണ്ടോ അവിടെ ജെയിംസും ഉണ്ടാകും എന്ന് പറഞ്ഞ് എപ്പോഴും കളിയാക്കും. ഇനി തമ്പുരാൻ്റെ മുമ്പിൽ എത്ര നാളുകളുണ്ടോ അത്രയും കാലം വരെ ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ച് മരിക്കണമെന്നാണ് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നത്. ഒരാളെ ഇട്ടിട്ട് പോകാൻ ഒരിക്കലും ഇടവരുത്തരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇരിക്കുന്ന ആലീസിൻ്റെ മടിയിൽ തലവെച്ച് കിടന്ന് മരിക്കണമെന്ന്, ആലീസിന് എൻ്റെ മടിയിൽ തലവെച്ച് കിടക്കണമെന്ന്. അത് തമ്പുരാൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം നിശ്ചയിച്ച് തരട്ടെ. നമ്മളാരും നിശ്ചയിക്കുന്നതല്ലല്ലോ ദൈവം നിശ്ചയം.
ഇത്രയും കൈപിടിച്ച് നടത്തിയ ദൈവം അതും പൂർണ്ണതയിലെത്തിക്കും. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ.